പുതിയ സിനിമാ വിശേഷങ്ങളുമായെത്തുന്ന ഷൂട്ട് ആൻഡ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ ജീവിത കഥ പറയുന്ന സിനിമയാണ് ഫുക്രി. ഹാസ്യത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സിദ്ദിഖാണ്. ജയസൂര്യയാണ് നായകൻ. പൃഥ്വിരാജ് നായകനാകുന്ന പുതിയ ചിത്രമാണ് എസ്ര. ജയ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ പ്രിയ ആനന്ദാണ് നായിക. നല്ലൊരു ഹൊറർ ത്രില്ലറാണ് എസ്ര. ജിബോ ജേക്കബ് സംവിധാനം ചെയ്തിരിക്കുന്ന പുതിയ മോഹൻലാൽ ചിത്രമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. സാധാരണക്കാരനും പഞ്ചായത്ത് സെക്രട്ടറിയുമായ ഉലഹന്നാൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മീനയാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ നായിക. അനൂപ് മേനോൻ, ജോയ് മാത്യു, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ ഷാജോൺ തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു. അച്ഛന്റെയും മകന്റെയും ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ജോമോന്റെ സുവിശേഷങ്ങൾ. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ ദുൽഖർ സൽമാനും മുകേഷുമാണ് പ്രധാന താരങ്ങൾ. ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അനുപമ പരമേശ്വരൻ നായികയായി എത്തുന്ന ഈ ചിത്രത്തിൽ വിനു മോഹൻ, മുത്തുമണി, ഇന്ദു തമ്പി, റസ്ന തുടങ്ങിയ താരങ്ങളും അണിനിരക്കുന്നു. ഹൃദയസ്പർശിയായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച കൊച്ചിയുടെ പ്രിയ ഗായകൻ എച്ച് മെഹബൂബിന്റെ ജീവിത കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന സിനിമയാണ് കാപ്പിരിത്തുരുത്ത്. സാഹിർ അലി സംവിധാനം ചെയ്തിരിക്കുന്ന കാപ്പിരിത്തുരുത്തിൽ ആദിൽ ഇബ്രാഹിമും പേളി മാണിയുമാണ് നായികാനായകന്മാർ. തലവൂർ രവികുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് കുട്ടികളുണ്ട് സൂക്ഷിക്കുക. മാസ്റ്റർ സനൂപ്, അനൂപ് മേനോൻ, ഭാവന എന്നീ താരങ്ങളാണ് ഇതിലെ പ്രധാന അഭിനേതാക്കൾ. കുട്ടികൾ ചെയ്യുന്ന കുസൃതികൾ വീട്ടിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഉത്തരേന്ത്യയിലെ ജയിലിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി VM വിനു ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് മറുപടി. റഹ്മാനും ഭാമയുമാണ് മറുപടിയിലെ നായികാനായകന്മാർ. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ട കഥയാണ് ഈ സിനിമയുടേത്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് M ജയചന്ദ്രൻ സംഗീതം പകർന്നിരിക്കുന്നു. 1981 ആക്ഷൻ ഹീറോ ബിജു എന്നീ സിനിമകൾക്ക് ശേഷം എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്തിരിക്കുന്ന പുതിയ സിനിമയാണ് പൂമരം. ജയറാമിന്റെ മകൻ കാളിദാസ് ആദ്യമായി മലയാളത്തിൽ നായകനാകുന്ന ഈ ചിത്രം യുവത്വത്തിന്റെ കഥയാണ് പറയുന്നത്. ഹനീഫ് ആദേനെ സംവിധാനം ചെയ്തിരിക്കുന്ന പുതിയ മമ്മൂട്ടി ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ. സ്നേഹ, മിയ എന്നിവരാണ് ഇതിലെ നായികമാർ. ഡേവിഡ് നൈനാൻ എന്ന ബിൽഡറെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന പുതിയ സിനിമയാണ് ഒരേ മുഖം. സജിത് ജഗന്നാഥൻ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിൽ പ്രയാഗ മാർട്ടിൻ, ഗായത്രി സുരേഷ് എന്നിവരാണ് നായികമാർ. അജു വർഗീസ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അമർ അക്ബർ അന്തോണിയുടെ വൻ വിജയത്തിന് ശേഷം നാദിർഷ സംവിധാനം ചെയ്തിരിക്കുന്ന കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനാകുന്ന ഈ ചിത്രത്തിൽ പ്രയാഗ മാർട്ടിനാണ് നായിക. ഹാസ്യത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന സിനിമയാണ് കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ. ഷൂട്ട് ആൻഡ് ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരയ്ക്കും ദിസ് ഇസ് യുവർ സഞ്ജിത സൈനിങ് ഓഫ്. സീ യു നെക്സ്റ്റ് ടൈം.